2000 വർഷങ്ങൾക്ക് മുമ്പ് ബേദലഹേമിൽ ജോസഫിന്റെയും മറിയത്തിന്റെയും മകനായി ഉണ്ണി യേശു പുൽക്കൂട്ടിൽ ജാതനായി. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടണമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ പറയുന്നു. ക്രിസ്മസ് പ്രത്യാശയുടെ തിരുനാളാണ്. സ്വർഗത്തിൽ വസിക്കേണ്ടതായ ഉണ്ണി ഈശോ സ്വർഗത്തിന്റെ മഹനീയതയൊക്കെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നു പിറന്നതുകൊണ്ട് അവൻ മാനവ കുലത്തിന് ദൈവമായി മാറി. എന്റെ ദൈവം എന്നോടൊപ്പം ഭൂമിയിലുണ്ട് എന്ന പ്രത്യാശയാണ് നമുക്കുള്ളത്. ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ജീവിതം വിട്ടുകൊടുത്തതുപോലെ ക്രിസ്മസിന്റെ ചൈതന്യം കുടികൊള്ളുന്നത് നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായി മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുമ്പോഴാണ്. ക്രിസ്തുവിന്റെ ആഘോഷം ഭാഗ്യമായി നടക്കുമ്പോൾ ക്രിസ്മസിന്റെ ആനന്ദം നമ്മുടെ ഹൃദയങ്ങളിൽ നടക്കണം. ഉണ്ണി പിറക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണ്. അടിസ്ഥാനപരമായി ക്രിസ്മസ് ക്രിസ്ത്യൻ ആഘോഷമാണെങ്കിൽ കൂടിയും എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒന്നാണ് ക്രിസ്മസ്. ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എല്ലാവരും എളിമയുള്ളവരായിരിക്കണമെന്നാണ്. ഉണ്ണി യേശു കാണിച്ചു തന്ന എളിമയുടെ വഴികളിലൂടെ നമുക്ക് പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും നന്മകൾ ചെയ്തും നല്ലത് പറഞ്ഞും മുന്നേറാം. ഡിസംബർ 25 മാത്രമല്ല, എല്ലാ ദിവസങ്ങളും നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്മസ് ആക്കി മാറ്റാം. അങ്ങനെ എന്നെ കാണുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ക്രിസ്മസ് ആശംസ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.